പാപി പോയാൽ നാട് നന്നാകുമോ? ഈ പാപി ചെല്ലുന്നിടം പാതാളമാകുമോ? നമ്മൾ പണ്ടൊരു പഴമൊഴി കേട്ടിട്ടുണ്ട്, പാപി ചെന്നിടം പാതാളമെന്ന്. ആ ഒരു പഴമൊഴിയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ മഴ പെയ്തപ്പോൾ തോന്നിയത്. പക്ഷേ ഈ ചിന്ത വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മുതിർന്ന ദേശീയ മാധ്യമ പ്രവർത്തകനും തെഹൽക്കയുടെ മുൻ എഡിറ്ററുമായ മാത്യു സാമുവൽ. ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഏറെക്കുറെ പിടികിട്ടിയിട്ടുണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്നും പോയത് മലയാളികൾക്ക് ഒരു അനുഗ്രഹമാണ് എന്നാണ് മാത്യു സാമുവൽ കുറിച്ചിരിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം പോയതിനു ശേഷം മഴ തുടങ്ങിയത്രേ. തിളച്ചു മറിയുന്ന ചൂടിന് ശമനമുണ്ടായി. പിണറായി വിജയൻ പോയത് കേരളത്തിന് നന്നായി എന്ന് പറഞ്ഞ് അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവൽ. എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കാം. മിസ്റ്റർ വിജയൻ, കുറച്ചുനാൾ കൂടി അവധിയെടുത്തോളൂ. കേരളം നല്ല കാലാവസ്ഥ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുമെന്നും മലയാളികൾ ആശ്വസിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. അടുത്തിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ 16 ദിവസത്തെ വ്യക്തിഗത സന്ദർശനത്തിനായി 3 വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ആരോടും പറയുകയോ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തില്ല. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അദ്ദേഹം ഇല്ലായിരുന്നപ്പോൾ കേരളം കടുത്ത വരൾച്ചയും ജലക്ഷാമവും ഉഷ്ണക്കാറ്റും നേരിട്ടു. എന്നാൽ ഇവിടെ രസകരമായ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇടത്തരം മഴ പെയ്യാൻ തുടങ്ങി. ചൂടിന് ശമനം വന്നു. വിജയന്റെ വിടവാങ്ങൽ ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി അവധിയെടുത്താൽ കേരളം നല്ല കാലാവസ്ഥ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടെ പിണറായി വിജയന്റെ ഫേസ്ബുക്കിലും മറ്റും ദുബായ് വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിജയന്റെ ഒരു ചിത്രവും പുറത്തു വരരുത് എന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കിട്ടരുത് എന്നും കർശന നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുബായ് യാത്രയും നീക്കങ്ങളും ഏറെ ദുരൂഹവും രഹസ്യവുമാണ്. അദ്ദേഹം ധരിക്കുന്ന വേഷം പോലും രഹസ്യമാണ്. 10 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളാണ് കൊണ്ടുപോയത് എന്നും കേൾക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗ്രീൻ ചാനലിലൂടെയായിരുന്നു പിണറായിയുടെയും സംഘത്തിന്റെയും പെട്ടികൾ കടത്തിവിട്ടത്. ദുബായിൽ അദ്ദേഹത്തെ ഗ്രീൻ ചാനലിൽ ഇറക്കാൻ പ്രമുഖ വ്യവസായി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി. വമ്പന്മാർ നടത്തുന്ന യാത്രകളിൽ കസ്റ്റംസ് പരിശോധനയും ബാഗ് പരിശോധനയും ഒന്നും ഇല്ല എന്നത് വസ്തുത. എന്തായാലും പിണറായി വിജയൻ എവിടെ തങ്ങുന്നു, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോയി, പെട്ടികൾ ഗ്രീൻ ചാനലിൽ എങ്ങനെ എത്തി, എല്ലാം പരമരഹസ്യമാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിന് ഒരു മറുവശം കൂടിയുണ്ട്. മുഖ്യൻ്റെ കസേര ഇവിടെ വെച്ചിട്ടാണോ അദ്ദേഹം പോയത്, അതോ അതും തലച്ചുമടായി കൂടെ കൊണ്ടുപോയ വസ്ത്രങ്ങളെക്കുറിച്ചോ കൊണ്ടുപോയ സാധനങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു വിവരമില്ലാത്ത സ്ഥിതിക്ക് ഇത് കൊണ്ടുപോയോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ആർക്കും ഭരണ ചുമതല കൊടുക്കാതെ, അതായത് സ്വന്തം മന്ത്രിമാർക്ക് ഒരു ചുമതലയും കൊടുക്കാതെ സ്വന്തം പാർട്ടിയും മന്ത്രിമാർക്കും ഒക്കെ ചുമതല നൽകുന്നത് പോലും ഭയക്കുന്ന മുഖ്യൻ പോയപ്പോൾ സെക്രട്ടേറിയറ്റ് നാഥനില്ല കളരിയായി. അവിടുത്തെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ? മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് കൂട്ട അവധിക്ക് അപേക്ഷിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. മുഖ്യമന്ത്രിയില്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയില്ല, ഗതാഗത മന്ത്രിയില്ല, ഇവരെല്ലാവരും വിദേശയാത്രയിലാണ്. ഇതോടെ കൂട്ട അവധിക്കുള്ള അപേക്ഷകളുമായി ഉദ്യോഗസ്ഥരെത്തി. ഉദ്യോഗസ്ഥർ ഈ സാഹചര്യം മുതലെടുത്ത് ഇതിനോടകം തന്നെ അവധിയെടുത്തു പോയി അടിയന്തരമായി ഒപ്പുവയ്ക്കേണ്ട പല ഫയലുകളും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കെട്ടിക്കിടക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രിയാകട്ടെ ലൈസൻസ് ടെസ്റ്റ് പരീക്ഷാർത്ഥികളെ വലയ്ക്കുന്ന സാഹചര്യത്തിൽ ഒക്കെ ആ ഒരു അവസരത്തിൽ വിദേശത്ത് പോയത് മറ്റുദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കൂട്ടാവധിക്കായി ഉദ്യോഗസ്ഥരുടെ അപേക്ഷ. എന്തായാലും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. സാമ്പത്തിക അരാജകത്വത്തിനൊപ്പം ഭരണ അരാജകത്വവും ആവുകയാണ് സെക്രട്ടേറിയറ്റിലെ അവസ്ഥ. ഈ അവസ്ഥ ബാക്കി 14 ജില്ലകളിലേക്കും ബാധിക്കുകയാണ്. മന്ത്രിമാര് നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ ക്യാപ്റ്റന്റെ അഭാവത്തിൽ ഉല്ലാസം മൂടലാണ്. എന്തായാലും ഇതുപോലെ ഒരു സംസ്ഥാന ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥരും മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ കേരളത്തിന് അഭിമാനിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.